എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി വന്നത് എന്നും എന്താണ് മൂന്നാം പിണറായി സർക്കാരിലേക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വസ്തുതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ചും ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരവസരത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടായത്. അവർ അധികാരത്തിലേക്ക് തിരിച്ചു. കാരണം പിണറായി വിജയൻ ഒരു കരുത്തനായ നേതാവ് എന്ന പ്രതിച്ഛായ ആ സമയത്ത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. പിണറായി വിജയൻ മാത്രം തുടരുകയും സർക്കാർ ആകെ അടച്ചു വാർക്കുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമുണ്ടായി. അത് വലിയ പിഴവായിട്ട് വരികയും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണികളുടെ ജാഥകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സർക്കാർ അതിൻ്റെ അവകാശവാദങ്ങൾ അതിശക്തമായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് വികസന മുന്നേറ്റ ജാഥ നടത്തുന്നു. മറുഭാഗത്ത് കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് പുതുയുഗ റാലി, പുതുയുഗ യാത്ര എന്ന പേരിൽ കേരളത്തെ ഒരു പുതിയ മട്ടിൽ പുനഃസംഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. ആ നിലയിൽ തീർത്തും ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ സർക്കാരും സർക്കാരിനോട് യോജിപ്പുള്ള പാർട്ടികളും അതിന് പിന്നിലുള്ള പാർട്ടികളും പ്രത്യേകിച്ച് CPM-ഉം പ്രധാനമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ തവണ തങ്ങൾക്ക് ഭരണ തുടർച്ച കിട്ടിയതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു സർക്കാരിന് രണ്ടാം തവണയും 5 വർഷം പൂർത്തീകരിക്കാൻ സൗകര്യം കിട്ടിയതുപോലെ തങ്ങൾ വീണ്ടും മൂന്നാമത്തെ തവണ ജയിച്ച് അധികാരത്തിൽ വരികയും 5 വർഷം വീണ്ടും പൂർത്തിയാക്കുകയും ചെയ്യും. അങ്ങനെ 15 വർഷം കേരളം ഒന്നിച്ചു ഭരിക്കും എന്നാണ് പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അവകാശവാദത്തിനുള്ള വസ്തുതകളെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി വന്നത് എന്നും എന്താണ് മൂന്നാം പിണറായി സർക്കാരിലേക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വസ്തുതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളൊന്ന് ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയ അതിശക്തമായിട്ടുള്ള കോവിഡിൻ്റെ ഒരു വിളയാട്ടമായിരുന്നു. ഏതാണ്ട് 3-3.5 വർഷക്കാലം ലോകത്തെയും കേരളത്തെയും അത് പിടിച്ചു കുലുക്കി. ആ സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയുടെ കാലത്ത്, അതേപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ വലിയ പ്രളയം വന്നത്. ആ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും അതിഗുരുതരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനങ്ങൾ എല്ലാവിധ പ്രതീക്ഷകളും അറ്റു നിൽക്കുന്ന സന്ദർഭത്തിൽ, ഒരു പിടിവള്ളിക്ക് വേണ്ടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ തീർച്ചയായും പിണറായി വിജയനെ പോലൊരു നേതാവിൻ്റെ കരുത്തുള്ള നേതൃത്വം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമീപന രീതി, ശക്തമായിട്ടുള്ള പ്രവർത്തന ശൈലി തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസദായകമായിരുന്നു. കാരണം പിണറായി വിജയൻ ഒരു കരുത്തനായ നേതാവ് എന്ന പ്രതിച്ഛായ ആ സമയത്ത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈനംദിനമുള്ള ടെലിവിഷൻ പ്രഭാഷണങ്ങൾ, കേരളത്തിലെ വിവിധ വിഭാഗം ജനങ്ങളോട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഈ ടെലിവിഷൻ പരമ്പരയിലൂടെയുള്ള നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന അവസരം അവർക്ക് നൽകിയില്ല. മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ആ സമയത്ത് സന്ദർഭത്തിനകത്ത് ഉയരുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. കോവിഡ് വന്ന സമയത്ത്, പ്രളയം വന്ന സമയത്ത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ഭരണകൂടവും അതിശക്തമായിട്ട് രംഗത്ത് വന്നു. വ്യത്യസ്ത പാർട്ടികളുടെ പങ്കാളിത്തം താരതമ്യേന കുറവായിരുന്നു താനും. ഈ ഒരു അന്തരീക്ഷത്തിലാണ് മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ചും ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരവസരത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടായത്. അവർ അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനടി തന്നെ യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിരുന്നു. കാരണം പുതിയ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ ടീമിനെ കൊണ്ടുവരാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണ തുടർച്ചയിൽ നിന്ന് മാറിയിട്ട് പിണറായി വിജയൻ മാത്രം തുടരുകയും സർക്കാർ ആകെ അടച്ചു വാർക്കുകയും ചെയ്യുന്നൊരു അന്തരീക്ഷമുണ്ടായി. അത് വലിയ പിഴവായിട്ട് വരികയും ചെയ്തു. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസമ്പർക്കമുള്ള വിവിധ വകുപ്പുകൾ, ആരോഗ്യമായാലും ശരി, ഉന്നത വിദ്യാഭ്യാസമായാലും ശരി, പൊതുമരാമത്ത് പോലെയുള്ള വകുപ്പുകളായാലും ശരി, അത്തരം വകുപ്പുകളിൽ
യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പെർഫോമൻസിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ആരോഗ്യം പോലെയുള്ള മേഖലകൾ, കോളേജ് വിദ്യാഭ്യാസം പോലുള്ള മേഖലയിൽ അങ്ങേയറ്റത്തെ ഒരു ദുരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന വമ്പിച്ച ഒരു ആഗോള പ്രചാരണം, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് കോവിഡിനെ ചെറുത്തു നിൽക്കുന്നതിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗം അതിശക്തമായിട്ട് വലിയ നേട്ടങ്ങൾ കൈവരിച്ചു തുടങ്ങിയ അവകാശവാദങ്ങൾ പിന്നീടുള്ള വർഷങ്ങളിൽ പൂർണ്ണമായിട്ടും പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കത്രിക വീട്ടിൽ അകത്ത് വെച്ച് പോരുക, ഗർഭിണിയുടെ വയറ്റിനകത്ത് കുട്ടിക്ക് പകരം കത്രിക പ്രത്യക്ഷപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. അത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാർ തന്നെ, ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർ തന്നെ പരാതി പറയുകയും അവർക്ക് രംഗത്ത് തൊഴിൽ നിന്ന് ഓടേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു നാഥനില്ല കളരി എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഗവർണറുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വി സിമാരെ നിയമിക്കുക, ആ വി സിമാരെ നിയമിക്കുന്നത് സർക്കാർ പിന്തുണ നൽകുക തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ. ഏറ്റവും അവസാനമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാര അജണ്ട മാത്രം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള PM ശ്രീ, അതുപോലും രഹസ്യമായിട്ട് പിൻവാതിൽ വഴി മുന്നണി അറിയാതെ ഒപ്പിടാൻ പോയി നടത്തിയ ശ്രമങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പരസ്പര യോജിപ്പില്ലാത്ത, പരസ്പരം ഉള്ള ഒരു കൂട്ടുത്തരവാദിത്വമില്ലാത്ത കുറേ ആളുകളുടെ ഒരു ഭരണകൂടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ സർക്കാർ നിൽക്കുന്നത്. ഈ സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിലയിരുത്തൽ എന്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിലും സർക്കാർ തോറ്റു. അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച പരാജയം നേടി. അതിനുശേഷം ഏറ്റവും അവസാനം നടന്നിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് LDF ഏറ്റുവാങ്ങിയത്. പാർട്ടിക്കകത്താകട്ടെ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ്. പാർട്ടിക്കകത്തുള്ള മോഷണം, പാർട്ടി ഫണ്ടുകൾ തട്ടിയെടുക്കൽ, രക്തസാക്ഷികൾക്ക് കൊടുക്കേണ്ട കാശ് പോലും കീശയിലാക്കൽ, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യം കൂടുതൽ നഷ്ടപ്പെടുകയാണ്. പാർട്ടി എന്ന് പറയുന്നത്, നേതൃത്വം എന്ന് പറയുന്നത്, സർക്കാർ എന്ന് പറയുന്നത് എല്ലാം ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന ഒരു അന്തരീക്ഷത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഭ്യന്തര ജനാധിപത്യം തകർക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ അണികൾക്ക് ഒരു തരത്തിലും ഒരു ഊർജം നൽകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഇല്ലാത്ത ഈ അവസരത്തിൽ എങ്ങനെയാണ് പാർട്ടിക്ക് വീണ്ടും 3ാം ഭരണം സാധ്യതമാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക? അതൊരു അവകാശവാദം എന്ന നിലയിൽ ദിവാസ്വപ്നം മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടായിരിക്കണം കേരളത്തിൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾക്ക് മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ കീഴിലുള്ള ആസൂത്രണ ബോർഡ് ഒരു അന്താരാഷ്ട്ര സെമിനാർ തന്നെ ഇവിടെ സംഘടിപ്പിച്ചു. വിഷൻ 2031, അതായത് 2026 നടക്കുന്ന പുതിയ സർക്കാർ അതിൻ്റെ അവസാന വർഷം 2031 എത്തുമ്പോൾ കേരളത്തെ എവിടെ എത്തിക്കുമെന്നതിൻ്റെ ജനാധിപത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയ കേരളത്തെക്കുറിച്ചുള്ള ഒരു സെമിനാർ കഴിഞ്ഞ ദിവസം നടന്നു. അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനപ്പെട്ട പ്രസംഗം നടത്തിയത്. അതിൽ പ്രസംഗിക്കാനായിട്ട് കോൺഗ്രസിനകത്ത് വെറുതെ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത കോൺഗ്രസിലെ നേതൃത്വത്തോട് ഉടക്കി നിൽക്കുന്ന മണിശങ്കർ അയ്യരെ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ 3ാം മുഖ്യമന്ത്രി തീർച്ചയായും പിണറായി വിജയൻ 3ാം മുഖ്യമന്ത്രി ആയിത്തീരും എന്ന് മണിശങ്കർ അയ്യർ വളരെ കാര്യമായിട്ട് അവിടെ പ്രസംഗിച്ചു. തീർച്ചയായും മണിശങ്കർ അയ്യർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കണം. അതേപോലെ തന്നെ വളരെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അമർത്യ സെന്നിനെ ഓൺലൈനായിട്ട് അവർ കൊണ്ടുവന്നു. ഇനി കൊണ്ടുവരാൻ ബാക്കിയുള്ളത് നോം ചോംസ്കി, അമേരിക്കയിലുള്ള വലിയ പണ്ഡിതനായിട്ടുള്ള നോം ചോംസ്കിയെ കൊണ്ടുവരാൻ പറ്റിയ ആളുകൾ ഈ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ട്. അവർ നോം ചോംസ്കിയെ കൊണ്ടുവരുമായിരിക്കും. പക്ഷേ എപ്സ്റ്റീൻ ഫയലുമായിട്ടൊക്കെ കെട്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഈ സമയത്ത് നോം ചോംസ്കി കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തുമെന്നറിയില്ല. ഏതായാലും കേരളത്തിന് പുറത്തുള്ള ആഗോള വിദ്വാൻമാരെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ചെണ്ടകൊട്ട് നടത്തിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെ പൊക്കിയെടുക്കാൻ, കേരള സർക്കാരിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ശബരിമല അയ്യപ്പ സംഗമത്തിന് വേണ്ടിയിട്ട് കോടികൾ ഇറക്കിയ മാതിരി ഈ തരത്തിലുള്ള ആഗോള സംഗമങ്ങൾക്ക് വേണ്ടിയും വലിയ തോതിൽ പണം ഇറക്കുന്നുണ്ട്. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അതിന് ചെലവ് കണക്കുകൾ വരുന്ന സമയത്ത് നമുക്കറിയാം. എങ്ങനെയാണ്, ആരുടെ കീശയിൽ നിന്നാണ് ഈ പണം പോകുന്നത് എന്നുള്ളതും തീർച്ചയായും ജനങ്ങൾ അധികം വൈകാതെ അറിയും. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും.